ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ മറ്റൊരു നല്ലൊരു ദിവസത്തിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നല്ല നല്ല കമൻസ് ഇട്ട് എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് പറയുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ സത്യം പറഞ്ഞാൽ വളരെ ഡെസ്പായിട്ടിരുന്ന സമയത്താണ് 2 വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തത്. അപ്പോൾ എന്തായാലും ആ ഒരു മൈൻഡ് ദൈവം സഹായിച്ച് മാറി. നമ്മൾ ചിലപ്പോഴൊക്കെ ചിന്തിക്കത്തില്ലേ, നമ്മുടെ ജീവിതത്തിൽ പലരും നമ്മളെ പറ്റിച്ച് ചതിച്ച് നമ്മളെ എന്താ പറയുക എന്നേക്കുമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, അവരെ നമ്മളെ പറ്റിക്കുകയായിരുന്നു, ചതിക്കുകയായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നത്തില്ലേ. ഇത് പറഞ്ഞാൽ അവരതിന് ഉപയോഗിക്കുന്ന മാർഗം എന്താണെന്നറിയോ? അതിനുപയോഗിക്കുന്ന വഴി സ്നേഹമാണ്. സ്നേഹത്തിലൂടെയാണ്, അല്ലെങ്കിൽ കപടമായ സ്നേഹത്തിലൂടെയാണ് അവർ നമ്മളെ പറ്റിക്കുകയും ചതിക്കുകയും വഞ്ചിക്കുകയൊക്കെ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളങ്ങ് തോറ്റുപോകും, മാനസികമായിട്ട് നമ്മളങ്ങ് വീണുപോകും. നമുക്ക് ശരീരത്തിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമുക്കത് മെഡിസിൻ കഴിച്ചാൽ, നമ്മളൊന്ന് റെസ്റ്റ് എടുത്താൽ നമുക്കത് മാറും. പക്ഷേ നമ്മുടെ മാനസികമായിട്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ, അതൊന്നും പെട്ടെന്ന് നമുക്ക് മാറ്റാനായിട്ട് പറ്റത്തില്ല. അപ്പോഴേ ഇങ്ങനെയുള്ള സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ളൂ, നമ്മളെ ആര് പറ്റിച്ചാലും ആര് വഞ്ചിച്ചാലും അവരുപയോഗിക്കുന്ന ആ കപടമായ സ്നേഹത്തിൽ നമ്മളല്ല ശരിക്കും തോറ്റുപോകുന്നത്, അവരാണ് തോറ്റുപോകുന്നത്. കാരണം എന്താണെന്നറിയോ? നമ്മുടെ ആത്മാർത്ഥമായ സ്നേഹത്തെ, നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ കരുതലിനെ അവർ ഒരു മൂല്യം പോലും കൽപ്പിക്കാതെ അവരാണ് കടന്നു പോകുന്നത്. നമ്മളല്ല അവിടെ തോറ്റുപോകുന്നത്, അവരാണ് ശരിക്കും തോറ്റുപോകുന്നത്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ചിന്താഗതിയും നമ്മുടെ ആദർശങ്ങളും നമ്മുടെ വിശ്വാസവും നമ്മൾ അവർക്ക് കൊടുത്തിട്ടുള്ളതൊന്നും കപടത നിറഞ്ഞതായിരുന്നില്ല, കാപട്യമുള്ളതായിരുന്നില്ല. സത്യസന്ധമായിട്ടാണ് നമ്മളത് കൊടുത്തതെങ്കിൽ നമ്മളവിടെ തോറ്റിട്ടില്ല, നമ്മളവിടെ തന്നെ നിലനിൽക്കും. സുനാമി വന്നാലും, പ്രളയം വന്നാലും, ഭൂമികുലുക്കം വന്നാലും, ഇനിയിപ്പോൾ ഇസ്രായേലിൽ യുദ്ധം വന്നാലും നമുക്കൊന്നും സംഭവിക്കത്തില്ല. കാരണം നമ്മൾ കൊടുത്തത് ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും ആണെങ്കിൽ നമുക്കൊന്നും സംഭവിക്കില്ല, നമ്മളവിടെ തന്നെ നിലനിൽക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ ഒരിക്കലും മാനസികമായിട്ട് തകർന്നു പോകാൻ പാടില്ല. കാരണം നമ്മുടെ സ്നേഹത്തെ, നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ആത്മാർത്ഥതയെ, നമ്മുടെ സത്യസന്ധതയെ ഉൾക്കൊള്ളാനുള്ള മാനസിക വളർച്ച അവർക്കില്ല, അല്ലെങ്കിൽ അവർ നമ്മുടെ ചിന്താഗതിക്കാരല്ല. അതുകൊണ്ടാണ് അവർ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത്. അതോർത്ത് നമ്മൾ ദൈവത്തോട് നന്ദി പറയണം, അവരോടും നന്ദി പറയണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും അവരിൽ തന്നെ എന്താ പറയുക, വിശ്വാസം അർപ്പിച്ച് മുമ്പോട്ട് പോകാതെ അവർ വഴിമാറി തന്നില്ലേ. അങ്ങനെ വേണം ചിന്തിക്കാൻ. അല്ലാതെ നമ്മളവിടെ തോറ്റുപോകാനോ സങ്കടപ്പെടാനോ കരഞ്ഞുകൊണ്ടിരിക്കാനോ വിഷമിക്കാനോ ഒന്നും നമ്മൾ പാടില്ല. നമുക്ക് മുമ്പോട്ട് ഒരുപാട് ജീവിതങ്ങളുണ്ട്. നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ വിശ്വസിക്കുന്ന, നമ്മുടെ ആത്മാർത്ഥത മനസ്സിലാക്കുന്ന ഒരുപാട് പേര് ഈ ലോകത്ത് വേറെയുണ്ട്. സമയമാകുമ്പോഴത്തേക്കും നമ്മൾ അവരെയൊക്കെ മീറ്റ് ചെയ്യും. നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക, നമ്മുടെ ചിന്താഗതികൾ കുറച്ചും കൂടെ വിപുലപ്പെടും. പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ, പുതിയ പുതിയ ചിന്താഗതികൾ, പുതിയ പുതിയ ജീവിത രീതികൾ ഇതൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ ഒരുപാട് മാറും. പേഴ്സണലി എൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഞാനെന്ന് പറയുന്ന വ്യക്തി ഒരു വീടിനുള്ളിൽ, അല്ലെങ്കിൽ എന്നെ ചുറ്റിപ്പറ്റിയുള്ളവരുടെ ഇടയിൽ ജീവിച്ചിരുന്നപ്പോൾ ഒരു പരിധിവരെ എൻ്റെ ചിന്താഗതി വളരെ ഇടുങ്ങിയതായിരുന്നു ഫ്രണ്ട്സ്. എനിക്കത് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയില്ല. പക്ഷേ ഇതിപ്പോൾ പുതിയൊരു നാട്ടിൽ വന്ന് ഇവിടുത്തെ സംസ്കാരം, ഇവരുടെ ജീവിത രീതി, ഇവരുടെ പെരുമാറ്റം, ഇത് ഓരോന്നും നമുക്ക് എന്നെ സംബന്ധിച്ച് പുതിയ പുതിയ കാഴ്ചകളാണ്, പുതിയ പുതിയ പാഠങ്ങളാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് മുന്നേ ഇങ്ങനെ ഒരു ഫീലിങ്ങുള്ളൊരു വ്യക്തിയായിരുന്നു. എന്നെ പറ്റിച്ചവരെ, എന്നെ ഒഴിവാക്കിയവരെ, എന്നെ അവഗണിച്ചവരെ, എന്നെ പുച്ഛിച്ചവരെ, എന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവരോടൊക്കെ ഉള്ളിനുള്ളിൽ വല്ലാത്ത പ്രതികാരവും ദേഷ്യമൊക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ഇതിന്നൊക്കെ ഞാനിപ്പോൾ ഒരുപാട് മാറി എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എനിക്കിപ്പോൾ അവരോടൊന്നും ഞാൻ എന്തിനാണ് ഒരു പ്രയോജനമില്ലാത്ത കാര്യത്തിന് വേണ്ടി എൻ്റെ എനർജി ഞാൻ എന്തിനാണ് പാഴാക്കുന്നത്? എനിക്ക് ചെയ്ത് തീർക്കാൻ ഒരുപാട് കാര്യങ്ങൾ വേറെ ഇപ്പുറത്ത് കിടക്കുമ്പോൾ, അതിനേക്കാളൊക്കെ ഉപരി എന്നെ സ്നേഹിക്കാൻ ഒരുപാട് പേര് ഇവിടെ മത്സരിക്കുമ്പോൾ, എൻ്റെ മനസ്സൊന്ന് മാറുമ്പോൾ, എൻ്റെ മൈൻഡൊന്ന് മൂഡ് ഓഫ് ആകുമ്പോൾ, എന്താണ് മേരി എന്ന് ചോദിച്ച് ചേർത്ത് പിടിക്കാൻ എനിക്ക് രക്തബന്ധത്തിനേക്കാളേറെ, വീണ്ടും പറയുന്നു, രക്തബന്ധത്തിനേക്കാളേറെ എന്നെ മനസ്സിലാക്കുന്ന വലിയൊരു കുടുംബം എനിക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ എന്തിനാണ് കരയുന്നത്?
ഞാനെന്തിനാണ്, എനിക്ക് അവരില്ലല്ലോ ഇവരില്ലല്ലോ എന്നോർത്ത് ഞാനെന്തിനാണ് സങ്കടപ്പെടുന്നത്? പക്ഷെ ഇവരാരും എനിക്കൊരു വീഴ്ച വന്നപ്പോൾ എൻ്റെ കൂടെ ഇല്ലായിരുന്നു. മനസ്സിലായില്ലേ? പക്ഷേ ഞാൻ ദൈവം സഹായിച്ച് ഇവിടെ എത്തിപ്പെട്ട കുടുംബം, ഒരു ചെറിയ സങ്കടം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഒരു ചെറിയൊരു സങ്കടം എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഞാനൊന്ന് മൂകമായിരുന്നപ്പോൾ എന്നോട് ചോദിച്ചു എന്ത് പറ്റി, എന്താണ് കാര്യം? പറഞ്ഞാൽ എൻ്റെ ആരുമല്ല അവർക്കാരുമല്ല ഞാൻ. പക്ഷേ എങ്കിലും അതാണ് നമ്മളുടെ രക്തബന്ധത്തിനപ്പുറം കുറേ ബന്ധങ്ങൾ ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടാവും. സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ മൂല്യം മനസ്സിലാക്കുന്നവരും നമ്മുടെ സ്നേഹം സത്യസന്ധമുള്ളതാണ്, യഥാർത്ഥമാണ് എന്ന് തിരിച്ചറിയുന്നവരെയും ദൈവം നമുക്ക്, അല്ലെങ്കിൽ കാലം നമുക്ക് മുമ്പിൽ കൊണ്ടുതരും. അതിന് വേണ്ടത് ദീർഘമായ ക്ഷമയും പിന്നെന്താ വിട്ടുകൊടുക്കാനുള്ളൊരു മനസ്സുമാണ്. ഒന്നും പിടിച്ചു വെക്കാൻ വേണ്ടി നമ്മളെ ലോകത്ത് വന്നപ്പോൾ നമ്മളൊന്നും വന്നില്ല. ശൂന്യമായ കൈകളുമായിട്ടാണ് നമ്മൾ ഭൂമിയിലോട്ട് വന്നത്. സോ നമ്മളൊന്നും പിടിച്ചു വെക്കേണ്ട കാര്യമില്ല, എല്ലാം വിട്ടുകൊടുക്കുക. ആവശ്യമുള്ളവരൊക്കെ എടുത്തുകൊണ്ട് പോയിക്കോട്ടെ. നമുക്ക് ആവശ്യമുള്ളതൊക്കെ തക്കതായ സമയത്ത് ക്രമീകരിക്കപ്പെടും. അങ്ങനെ ഇരിക്കണം. ഇതിപ്പോൾ അമ്മാമ്മയുടെ വീട്ടിൽ ഇരിക്കുക. മക്കളൊക്കെ ഇവിടെ സിനഗോഗിന് പ്രാർത്ഥിക്കാൻ പോയി. ഞാനും അമ്മാമ്മയേ ഉള്ളൂ. അമ്മാമ്മ തോറ വായിക്കുന്നു. എനിക്കാണെങ്കിൽ വായിക്കാൻ ഒരു ഇംഗ്ലീഷ് ബുക്ക് പോലും ഇല്ല. പക്ഷെ ഞാൻ വിചാരിക്കുന്നു എനിക്ക് ലാംഗ്വേജ് കുറച്ചും കൂടെ ഒന്ന് എഴുതാനും വായിക്കാനും പഠിക്കണമെന്ന് ചിന്തിക്കുന്നു. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് സമയം അതിലേക്കും കൂടെ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാമെന്ന് കരുതിയിരിക്കുകയാണ് ഞാൻ. എന്തായാലും 2025 ജനുവരി 1 എല്ലാവർക്കും പുതിയ കാഴ്ചപ്പാട് ചിന്താഗതികളാവും. അതിൻ്റെ കൂടെ ഞാൻ വെക്കുന്ന ഒന്നാണ്, എനിക്ക് ഹീബ്രു പഠിക്കണം. അത്യാവശ്യം സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എനിക്ക് ഇവർ വായിക്കുന്ന കണക്ക് എനിക്ക് വായിക്കാനൊരാഗ്രഹം. അതെന്താണ് ഇവർ പറയുന്ന ഈ ടോറയിലുള്ള കുറേ കഥകളൊക്കെ ഇവർ രാത്രി നമ്മൾ ശബാത്തിന് ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുമ്പോൾ പറയും. എനിക്കിതിൽ ഏറ്റവും മൂലമൊക്കെ മനസ്സിലാവത്തുള്ളൂ. എങ്കിലും ഞാൻ ഇങ്ങനെ ശ്രദ്ധയോടെ ഇരിക്കും. കാരണം നമുക്ക് ലാംഗ്വേജ് പഠിക്കാൻ ഏറ്റവും പറ്റിയ വഴി അത് തന്നെയാണ്. നമ്മൾ അവരെ ശ്രദ്ധിക്കുക. നമ്മൾ വീണ്ടും റിപ്പീറ്റായിട്ട് പല വാക്കുകളും ഇവർ പറയും. അന്നേരം ഞാൻ ചോദിക്കും എന്താണ് ഇതിൻ്റെ ഇത് എന്നത് ചോദിക്കും. അന്നേരം എന്നോട് പറഞ്ഞു തരും. പിന്നീട് അത് പറയുമ്പം ഞാൻ പറയാം അത് ഇതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അന്നേരം നമ്മൾ പുതിയ ചിന്താരീതികളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ കാഴ്ചപ്പാട് ഒരുപാട് മാറും. നമ്മളിൽ പൊട്ടക്കിണറ്റി കിടക്കുന്ന തവളയിൽ നിന്ന് പുറത്തോട്ട് വരുന്നൊരവസ്ഥയാണ് പുതിയൊരു ജീവിത രീതി എന്ന് പറയുമ്പോഴത്തേക്കും. പിന്നെ നമുക്ക് ആരോടും ഒരു ഫീലിംഗ് തോന്നത്തില്ല. എല്ലാവരും ഒന്നും കണക്ക്. എനിക്ക് എൻ്റെ ജീവിതം, ഞാൻ മുമ്പോട്ട് പോകണം എന്ന് കരുതി നമ്മളങ്ങ് പോകും. നമുക്ക് തടസ്സം പറയാനായിട്ട് ഈ നാട്ടിൽ ആരുമില്ല. എല്ലാവരും മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. സത്യം പറഞ്ഞാൽ എന്തുകൊണ്ട് ഈ മണ്ണിൽ ജനിച്ചില്ല ദൈവമേ എന്നാണ് ഇന്ന് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ ഒരു തരത്തിൽ ചിന്തിച്ചാൽ ഈ ഒരു മണ്ണിൽ ജനിച്ചാൽ എനിക്ക് എൻ്റെ അപ്പത്തിനും അമ്മച്ചിയുടെ ആകാൻ പറ്റത്തില്ലല്ലോ. അതും ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എങ്കിലും എത്തിപ്പെട്ടതിൽ സന്തോഷമുണ്ട്, ദൈവം നിലനിർത്തുന്നതിൽ സന്തോഷമുണ്ട്. ഇതേ കണക്ക് പറ്റുന്ന കാലത്തോളം ഇവിടെ നിലനിർത്താൻ പറ്റണം എനിക്ക്. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാൻ. ഇതെല്ലാം ചെയ്തു തീർക്കണം. അപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും എന്നെ ഉൾപ്പെടുത്തും എന്നെനിക്ക് ഉറപ്പുണ്ട്. എപ്പോഴും പറയേണ്ട കാര്യങ്ങളെന്ന് എനിക്കറിയാം. പിന്നെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.